അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വകഫ വസ്സലാമുൻ അലാ മൻ ലാ നബിയ്യല്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ തീരത്ത് എന്ന ഒരു ശീർഷകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ജനനം, അവിടുത്തെ മുഴുവൻ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഴുവൻ പേര്, ഷെയ്ഖിൻ്റെ കുടുംബം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് തുടർന്ന് വരുന്ന ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അദ്ദേഹം ജനിച്ചത് ബാഗ്ദാദ് തകർന്ന് 5 വർഷത്തിന് ശേഷവും സിറിയയിലെ ഹലബിലും ദമാസ്കസിലും താർത്താരികളായ ആളുകൾ നടത്തിയ അധിനിവേശം കഴിഞ്ഞ് 3 വർഷവും പിന്നിട്ടതിന് ശേഷമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ജനിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഹിജറ 661 റബീഉൽ അവ്വൽ 10 തിങ്കളാഴ്ച ഇറാഖിൻ്റെ വടക്ക് വശത്ത് യൂഫ്രട്ടീസ് ടൈഗ്രീസിൻ്റെ മധ്യത്തിലുള്ള ഒരു പ്രദേശമാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജന്മനാടായ ഹറാൻ നഗരം. ഇബ്നു ഹൗക്കലിൻ്റെ വിവരണപ്രകാരം സാബി മതക്കാരായ ആളുകളുടെ മതവൈജ്ഞാനിക കേന്ദ്രവും ഗ്രീക്ക് ഫിലോസഫി കൂടുതൽ വേരോടുകയും ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഹറാൻ നഗരം. അവിടെയാണ് ആ പൂവ് വിരിഞ്ഞത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട ആ വിജ്ഞാന വടവൃക്ഷം അഹ്മദ് ബിനു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ അൽ ഹറാനി, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അഹ്മദ് എന്നാണ് ശരിക്കു പേര്. അങ്ങനെ വലുതായപ്പോൾ അദ്ദേഹം തന്നെ സ്വന്തം പേരിൻ്റെ കൂടെ അബുൽ അബ്ബാസ് എന്ന പേര് സ്വീകരിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഈ അബുൽ അബ്ബാസ് എന്ന് പറയുന്നത് സത്യത്തിൽ സിംഹത്തിൻ്റെ കുനിയത്താണ്. സിംഹത്തെ എപ്പോഴും നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് ഒരു ധീരതയുടെ പര്യായമായിട്ടാണ്. അപ്പോൾ സിംഹത്തിൻ്റെ കുനിയത്താണ്, വിളിപ്പേരാണ് യഥാർത്ഥത്തിൽ അബുൽ അബ്ബാസ് എന്ന് പറയുന്നത്. ആ പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്, ഇബ്നു തൈമിയ എന്ന് പറയുന്നത് ഒരു ധീരതയുടെ പര്യായം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തൈമിയ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഈ തൈമിയ എന്നത് എന്താണെന്ന്, അത് ഒരു പ്രദേശത്തിൻ്റെ പേരാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതല്ല, പ്രബലമായൊരു അഭിപ്രായമായിട്ട് നമ്മൾ കാണുന്നത് തൈമിയ എന്നത് ഒരു കുടുംബ പേരാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടൊപ്പവും ഇബ്നു തൈമിയ എന്ന വാൽകഷ്ണം ചേർക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇബ്നു തൈമിയയുടെ പിതാവിൻ്റെ പേരിലാവട്ടെ, അദ്ദേഹത്തിൻ്റെ വല്യുപ്പാൻ്റെ പേരിലാവട്ടെ, പിതാമഹൻ്റെ പേരിലാവട്ടെ, ഒക്കെ നമുക്ക് തൈമിയ എന്നുള്ള വാൽകഷ്ണം കാണാൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെയാണ് കടന്നു വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തന്നെ പിതാമഹനായ മുഹമ്മദ് ബിൻ ഹിവറിൻ്റെ കാലം മുതൽക്കാണ് ഇങ്ങനെ ഒരു പേര് ഇവരുടെ കുടുംബത്തിലേക്ക് ചേർത്ത് വിളിക്കാൻ തുടങ്ങിയത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു തൈമിയ എന്ന പേര്, ആ ഒരു പ്രയോഗം, ആ പേരിൻ്റെ കൂടെ ഇബ്നു തൈമിയ എന്ന പ്രയോഗം വന്നത് എന്ന വിഷയത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലൊരു അഭിപ്രായം ഇങ്ങനെയാണ്: പ്രശസ്ത പ്രഭാഷകനായിരുന്ന മുഹമ്മദ് ബിൻ ഹിവറിൻ്റെ ഉമ്മയുടെ പേര് തൈമിയ എന്നായിരുന്നു. അത് കാരണമാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു വിശേഷണം ലഭിച്ചത് എന്നാണ് ആ ഒരു അഭിപ്രായം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് ഷിഹാബുദ്ദീൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ റഹിമഹുള്ള, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മുഫ്തിയായിരുന്നു. ഫത്വ കൊടുക്കാൻ മാത്രം കഴിവുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു, മുദർരിസായിരുന്നു. അതിനെല്ലാം അപ്പുറത്ത് ഹംബലി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനും കൂടിയായിരുന്നു അദ്ദേഹം. ഈ താർത്താരികളായ ആളുകളുടെ ആക്രമണം നടന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇബ്നു തൈമിയ റഹിമഹുള്ള ജനിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിങ്ങളായ ആളുകൾ അടിച്ചമർത്തപ്പെട്ടതിൻ്റെയും ഇസ്ലാമിക നഗരങ്ങൾ തകർന്നതിൻ്റെയും ഒക്കെ കൈപ്പേറിയ വാർത്തകൾ ചെറിയ പ്രായം മുതൽ തന്നെ അദ്ദേഹം കേട്ടിട്ടുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. താർത്താരികൾ മുസ്ലിങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും.
ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 7 വയസ്സുള്ള സമയത്താണ് ഈ പറയുന്ന താർത്താരികളായ ആളുകൾ ഹർറാൻ എന്ന് പറയുന്ന നഗരം ആക്രമിക്കുന്നത്. ഇബ്നു തൈമിയ്യയുടെ ജന്മപ്രദേശമായ ഹർറാൻ നഗരം ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നാട്ടിൽ അക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിൽ നിലനിന്നിരുന്ന സമാധാനവും ക്രമസമാധാനവും ശാന്തമായ അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെടും. അത് ഈ കുടുംബത്തിനും ഉണ്ടായി. സ്വാഭാവികമായിട്ട് നാട്ടിൽ അക്രമം ഉണ്ടായപ്പോൾ ആ നാട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു, ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. അങ്ങനെ ഹർറാൻ നിവാസികളായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നിർഭയത്വത്തോടു കൂടിയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടാക്കനി എന്നോണമായി മാറി. അങ്ങനെ അവരുടെ നിലനിൽപ്പ് ആ നാട്ടിൽ ഇനി എത്ര കാലം നിലനിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുമ്പിൽ മാറി. പിന്നെ അവർ ചിന്തിച്ചു, ഇനി പലായനമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ ആ കുടുംബം മൊത്തം ഹിജറക്ക് പുറപ്പെടാൻ തുടങ്ങി, ഹിജറക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ അവർ ആ ജനിച്ച് വളർന്ന നാടും വീടും മണ്ണൊക്കെ വിട്ട് അവർ കുടുംബസമേതം പലായനത്തിനൊരുങ്ങാണ്. അവരാദ്യം ഇറാഖിലേക്ക് പോയാലെന്ന് കരുതി. ഇറാഖിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല എന്നവർ മനസ്സിലാക്കി. പിന്നെ അവർ മനസ്സിൽ കണ്ടത് സിറിയയിലേക്ക് പോകാനാണ്. പക്ഷേ സിറിയ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ശക്തരായ അടിമവംശ രാജാക്കന്മാരുടെ, ഈജിപ്തിലെ ശക്തരായ അടിമവംശ രാജാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു, സമയമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകാനും അവർ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അങ്ങോട്ട് പോകണ്ട എന്നവർ കരുതി. പിന്നെ അവർ ഒടുവിൽ നേരെ ലക്ഷ്യം വെച്ച് നീങ്ങിയത് ദമാസ്കസിലേക്കാണ്, ദിമഷ്കിലേക്കാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും പെട്ടെന്നുള്ളൊരു യാത്രയാണ്, പെട്ടെന്നുള്ളൊരു ഹിജറയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടത്ര ഗൃഹോപകരണങ്ങളോ വീട്ടിൽ നിന്നുള്ള ഭൂസ്വത്തുക്കളോ ഒന്നും അവർക്ക് കയ്യിൽ കരുതാൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, അവർക്ക് ഗൃഹോപകരണങ്ങളും മറ്റു വസ്തുക്കളൊന്നും കയ്യിൽ കരുതാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കുടുംബം കിതാബുകൾ, ഗ്രന്ഥങ്ങൾ, വിജ്ഞാനം പകർന്നു നൽകുന്ന കനപ്പെട്ട ഗ്രന്ഥങ്ങൾ കയ്യിൽ കരുതാൻ മറന്നില്ല എന്നത് ആ കുടുംബത്തിന് വിജ്ഞാനത്തോട് എത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ചരിത്രം കൂടിയാണത്. അങ്ങനെ അവർ സൈന്യങ്ങൾ അവരവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സൈന്യങ്ങൾ ആക്രോശിച്ചപ്പോഴും സൈന്യങ്ങൾ അവരെ ആക്രമിച്ചപ്പോഴൊന്നും കുറേ വസ്തുക്കൾ, ഭൂസ്വത്തുക്കളും വീടും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളൊക്കെ അവരവിടെ ഉപേക്ഷിച്ചെങ്കിലും ഈ കിതാബുകൾ കൂടെ കൊണ്ടുപോകാൻ ഈ പറയുന്ന സൈന്യത്തിൻ്റെ ഒരു ആക്രോശവും അവർക്ക് തടസ്സമായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ആ കുടുംബത്തിന് അള്ളാഹുവിൻ്റെ ദീനിനോട്, ആ ദീന് പഠിക്കുന്നതിനോടും ആ ദീനിൻ്റെ വിജ്ഞാനത്തോടുമുള്ള പ്രിയം, ഇഷ്ടം, സ്നേഹമാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അങ്ങനെ കയ്യിലാകട്ടെ അവരവിടെ നിന്ന് ഹിജറ പോകുമ്പോൾ കയ്യിൽ കെട്ടുകണക്കിന് ഗ്രന്ഥങ്ങളാണുള്ളത്. എന്നാൽ അതൊന്നും വഹിച്ചു കൊണ്ടുപോകാൻ പറ്റിയ വാഹനങ്ങളോ മൃഗങ്ങളോ ഒന്നും അവരുടെ കയ്യിൽ വേണ്ട രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ ഉണ്ടായിരുന്നത് അവർ തന്നെ സ്വന്തം വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉന്തുവണ്ടി പോലെയുള്ള ഒരു വണ്ടിയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ ആ വണ്ടികളിൽ, ആ ഒരു വലിച്ചു കൊണ്ടുപോകേണ്ട ആ വണ്ടിയിൽ അവർ, ആ കുടുംബം ഗ്രന്ഥങ്ങൾ മുഴുവൻ അടക്കി വെച്ചിട്ട് അവരാ കുടുംബം ആ വണ്ടിയും തള്ളി ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ അവർക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന താർത്താരികളായ ആളുകളുടെ സ്ഥിരാകേന്ദ്രങ്ങൾ കടന്നു വേണം പോകാൻ. അപ്പോൾ അവർക്ക് വല്ലാത്ത പേടിയുണ്ട്, അവരവിടെ നിന്ന് ആക്രമിക്കുമോ എന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട്. അങ്ങനെ അവർ ഈ വണ്ടിയും വലിച്ച് നടന്ന ആ സ്ഥിരാകേന്ദ്രത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെട്ടു. തളർന്നു ശരിക്കും ആ കുടുംബം. അള്ളാഹിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന, വളരെ ഇഖ്ലാസുള്ള, അള്ളാഹിൻ്റെ ദീനിന് അത്രയും പ്രാധാന്യം നൽകുന്ന, ദീന് പഠിക്കുന്നതിന് അത്രയും പ്രാധാന്യം നൽകുന്ന ആ കുടുംബം അവിടെ വെച്ച് റബ്ബിനോട് ഉള്ളം തട്ടി പ്രാർത്ഥിച്ചു. ചരിത്രത്തിൽ കാണാം, പെട്ടെന്ന് അവർക്കൊരു ഊർജം വന്നു കിട്ടിയ പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അവർ ആ വണ്ടി വലിച്ച് വീണ്ടും കുറേ ദൂരം നടന്നു. അങ്ങനെ നടന്ന് അവർ അവരുടെ ലക്ഷ്യസ്ഥലത്തെത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ദമാസ്കസിലെത്തി അവർ. അപ്പോൾ അങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ടതാണല്ലോ അവർ ഈ സ്വന്തം നാട്ടിൽ നിന്ന്, ഹറാനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ആളുകളാണ്. അങ്ങനെ പക്ഷേ അങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ടവരാണെങ്കിലും അവർ ദമാസ്കസിലേക്ക് വന്നപ്പോൾ ദമാസ്കസിലെ ജനത ആ വിഭാഗത്തെ, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വലിയ സ്നേഹത്തോടു കൂടി കയ്യും നീട്ടി സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ കുടുംബത്തെ അവർ ശരിക്ക്, ആ ജനത, ദമാസ്കസുകാർ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തെ വൈജ്ഞാനികമായി ഉപയോഗപ്പെടുത്തി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്നത്ര വലിയ ആളൊന്നുമല്ല.
ഇബ്നു തൈമിയയുടെ ഉപ്പ വലിയ പണ്ഡിതനാണ്. ഷിഹാബുദ്ദീൻ ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പ വലിയ പണ്ഡിതനാണ്. അങ്ങനെ അദ്ദേഹം ദമാസ്കസിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ദർസ് എടുക്കുന്ന ആളായി, പണ്ഡിതനായി മാറി. പിന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഷിഹാബുദ്ദീൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടല്ല ക്ലാസ് എടുത്തിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഓരോ ഗ്രന്ഥങ്ങളും തലച്ചോറിൽ ബൈഹാട്ടായിരുന്നു, ഹൈഫുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വന്തം ഓർമ്മയിൽ നിന്നിങ്ങനെ എടുത്തിട്ടാണ് ക്ലാസ് വിശദീകരിക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ തൈമിയ കുടുംബം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു വലിയ പണ്ഡിത കുടുംബമായതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ചെറുപ്പം മുതൽ തന്നെ ദീനിൻ്റെ പല അടിസ്ഥാന വിഷയങ്ങളിലും നിപുണത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ കുടുംബം ഒരു പണ്ഡിത കുടുംബമായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അവർ ഈ ദീനിനെ പറ്റി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്കും കുറേ അടിസ്ഥാന വിഷയങ്ങൾ, ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാൻ അതൊക്കെ സഹായിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ അമ്പരിപ്പിക്കുന്ന രൂപത്തിൽ, ആരെയും അമ്പരിപ്പിക്കുന്ന രൂപത്തിലുള്ള അസാധാരണമായ ഒരു ഓർമ്മശക്തി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം തന്നെയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയും ബുദ്ധി വൈഭവവും ഗ്രഹണപാഠവും ഒക്കെ നാട്ടിലാകെ ചർച്ചയാവാൻ തുടങ്ങി. ഇബ്നു തൈമിയ ചെറിയൊരു കുട്ടിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ അപാരമായ ബുദ്ധി, ഓർമ്മശക്തി, കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ആ പാഠവും കഴിവ്, ഇതൊക്കെ ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ച വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ചർച്ച പുറം നാടുകളിലേക്കും പോയപ്പോൾ ഇത് കേട്ടറിഞ്ഞിട്ട് ആ കുട്ടിയെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിതൻ ദമാസ്കസിലേക്ക് വന്നു. അങ്ങനെ ആ പണ്ഡിതൻ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു തയ്യൽ കടക്കാരൻ ആ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നോളി, ആ കുട്ടി മദ്രസയിലേക്ക് പോകൽ ഈ വഴിയാണ്, അപ്പോൾ ആ കുട്ടി പോകുന്ന സമയമായിട്ടുണ്ട്, കുട്ടീനെ കണ്ടാൽ ഞാൻ പറയാം, നിങ്ങളിവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പണ്ഡിതൻ ആ കുട്ടിയെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ മദ്രസയിലേക്ക് നടന്നു വരുന്നുണ്ട്. ആ സമയത്തുണ്ട് വലിയൊരു എഴുത്തുപലക കയ്യിൽ പിടിച്ചിട്ട് ഒരു കുട്ടി ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ആ തയ്യൽ കടക്കാരൻ കാണിച്ചു കൊടുക്കേണ്ടത് ആ വരുന്ന കുട്ടിയാണ് ഈ പറയുന്ന ഇബ്നു തൈമിയാന്ന്. അങ്ങനെ ഭയങ്കര ജിജ്ഞാസയോടുകൂടി ആ പണ്ഡിതൻ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ ആ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് ഇബ്നു തൈമിയ പണ്ഡിതൻ്റെ അടുക്കലേക്ക് വന്നുകയും ചെയ്തു. അപ്പോൾ ആ പണ്ഡിതൻ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ എഴുത്തുപലക ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ആ എഴുത്തുപലക വാങ്ങിയിട്ട് അതിൽ ആ പണ്ഡിതനായ ആളുകൾ 11-12 ഹദീസുകൾ അതിലേക്ക് എഴുതി ചേർത്തു. 11-12 ഹദീസുകൾ അതിലേക്ക് എഴുതി ചേർത്തു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, അതൊന്ന് ഇരുന്നിട്ട് നോക്കിയിട്ട് വായിക്കാൻ വേണ്ടി പറഞ്ഞു, ശ്രദ്ധയോടുകൂടി നോക്കാൻ പറഞ്ഞു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി 11-12 ഹദീസുകൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി വായിച്ചു നോക്കി. അങ്ങനെ ആ പണ്ഡിതൻ ആ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ പണ്ഡിതൻ ആ കുട്ടിനോട് പറഞ്ഞു, ഇനി ഇതിലെഴുതിയ ഹദീസുകളൊക്കെ ഒന്ന് ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞേ എന്ന് പറഞ്ഞു. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ആ പറഞ്ഞ ആ 11-12 ഹദീസുകൾ കൃത്യമായി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു അത്ഭുതമായി ആ കാര്യം. അങ്ങനെ അദ്ദേഹം ആ പലക കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ തിരികെ വാങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് ഹദീസുകൾ എഴുതി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ പണ്ഡിതൻ കുട്ടിനോട് പറഞ്ഞു, ഇബ്നു തൈമിയോട് പറഞ്ഞു, അതും ആ ഹദീസുകളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം അതൊന്ന് വായിച്ചിട്ട് അതൊന്ന് വായിച്ച് കളയാൻ പറഞ്ഞു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ എഴുതി കിട്ടിയ ഹദീസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി അത് വായിച്ചു കളഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് നോർത്ത് പറയാൻ പറഞ്ഞു. ഇബ്നു തൈമിയ അത് പറഞ്ഞു കൊടുത്തു. പിന്നെ അദ്ദേഹം ആ എഴുത്തുപലകയിൽ കുറച്ച് സനദുകൾ എഴുതി, ഹദീസിൻ്റെ സനദുകൾ എഴുതി. അതൊരു തവണ വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ വായിച്ചു. അതൊക്കെ കൂടി പറഞ്ഞു കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു തെറ്റും കൂടാതെ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ ആ പണ്ഡിതൻ വളരെ അത്ഭുത സ്തബ്ധനായി നിന്നു. അങ്ങനെ ആ പണ്ഡിതൻ അവിടെ വെച്ച് പറഞ്ഞു, ഈ കുട്ടി ഭാവിയിൽ ഒരു പ്രതിഭയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരം കുട്ടികൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം എന്ന്. ഖൂദുദുരിയ എന്ന കിതാബിൽ ആ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മുഅല്ലിഫ് രചയിതാവ് ഈ സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് വൈജ്ഞാനിക മേഖലകൾ സമ്മേളിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ
ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എല്ലാ വൈജ്ഞാനിക മേഖലകളിലും അദ്ദേഹത്തിന് അറിവുണ്ടാകണം. അങ്ങനെ അറിവ് നേടാൻ ഇബ്നു തൈമിയ്യക്ക് കഴിയണമെങ്കിൽ അസാധാരണമായൊരു ബുദ്ധിശക്തിയും ബുദ്ധി വൈഭവവും ഓർമ്മശക്തിയും ഗ്രഹണപാഠമൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഈ പറയുന്ന ഭയങ്കര ഓർമ്മശക്തിയും ബുദ്ധിയും കൂർമ്മ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹു താല അവൻ്റെ അപാരമായ തൗഫീഖിൻ്റെ ഭാഗമായി ഇബ്നു തൈമിയ്യക്ക് നൽകിയ ഈ ഓർമ്മശക്തി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ, തഫ്സീർ, ഹദീസ്, ഫിഖ്, ഉസൂലുൽ ഫിഖ്, അതുപോലെ തന്നെ മന്തിഖ് അതായത് കർമ്മശാസ്ത്രം, അതുപോലെ തന്നെ ആധ്യാത്മികം, ദൈവശാസ്ത്രം, ചരിത്രം, നിവേദക ശാസ്ത്രം, ഭാഷാശാസ്ത്രം, വ്യാകരണം തുടങ്ങിയ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന എന്തൊക്കെ വൈജ്ഞാനിക മേഖലകളുണ്ടോ ഇതിലെല്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവഗാഹം നേടി എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ, ചലിക്കുന്ന എൻസൈക്ലോപീഡിയ, ഒരു വിജ്ഞാനകോശം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അറിവിൻ്റെ ആഴത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന, അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി ബോധ്യപ്പെടുത്തി തരുന്ന ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്കതെല്ലാം വളരെ കൃത്യമായി വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു തആല കൃത്യമായി അള്ളാഹിൻ്റെ ദീന് പഠിക്കാനും പഠിച്ച ദീന് ജീവിതത്തിൽ പകർത്താനും ഉപകരിക്കാനും അത് ഗ്രഹിക്കാനും ഹിഫ്ളാക്കാനും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.